ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു വൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, അങ്ങനെ നമ്മുടെ +1 മാത്സിൻ്റെ എക്സാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മക്കളെ, വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരിക്കലും ടഫായൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല ഇന്നത്തെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു മക്കളെ. അതുകൊണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ബാച്ചിലുള്ള എൻ്റെ സേ കുട്ടികളും ഇമ്പ്രൂവ്മെൻ്റ് കുട്ടികളും അല്ലാതെ റെഗുലർ കുട്ടികളും എല്ലാ മക്കൾക്കും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ പറ്റി. അത് മാത്രമല്ല, ഇന്നലെ നമ്മൾ ഒരു 15 മണിക്കൂറോളം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കണ്ട എല്ലാ മക്കൾക്കും ഉറപ്പായിട്ടും A+ കിട്ടാനുള്ള ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ 8:30 തൊട്ട് തുടങ്ങിയ ലൈവ് രാത്രിയാണ് അവസാനിച്ചത്. സോ ആ ലൈവ് കണ്ട എല്ലാ മക്കൾക്കും A+ കിട്ടും. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ട് വലിയ രീതിയിൽ തന്നെ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് മക്കളെ. ഇന്നലെ എൻ്റെ കൂടെ രാവിലെ തൊട്ട് രാത്രി വരെ മിക്ക കുട്ടികളും ഉണ്ടായിരുന്നു. സോ മക്കളെ, ഇത് നമ്മുടെ വിജയമാണ്. നമ്മൾ ഇന്നലെ കഷ്ടപ്പെട്ടതിന് വളരെ നല്ലൊരു രീതിയിലുള്ള സന്തോഷകരമായൊരു ദിവസം തന്നെയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഒന്ന് ആൻസർ കീ ഡിസ്കസ് ചെയ്യാം മക്കളെ. അതേപോലെ തന്നെ നമ്മുടെ +2 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 കുട്ടികൾക്ക് നമ്മുടെ ഫീസ് താഴെ കൊടുത്തിട്ടുണ്ട്. 999 മാത്രമായിരിക്കും. സോ ഇതേപോലെ തന്നെ നമ്മുടെ ആപ്പ് വഴിയായിരിക്കും ക്ലാസ്. റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കിടിലൻ ക്ലാസ് വേണമെങ്കിൽ മക്കളെ ഉടൻ തന്നെ എനിക്ക് വാട്സപ്പിൽ +2 മാത്സ് എന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കീയിലേക്ക് കിടക്കാം. ഫസ്റ്റ് 3 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ് ആണ് 1 തൊട്ട് 8 വരെ. അതിനകത്ത് ഏതെങ്കിലും 6 എണ്ണം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം മക്കളെ. ഞാൻ ഇന്നലത്തെ ലൈവിൽ സെറ്റും റിലേഷനും ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. കാരണം അത്രയും വൈകിയുണ്ട്. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് വേണം പോകാനെന്ന്. ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിലെ NCERT ക്വസ്റ്റ്യൻ തന്നെയാണ്. റൈറ്റ് ദ സെറ്റ് A = മക്കളെ, നമ്മുടെ ബാച്ചിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1 4 9 100. അതേപോലെ സബ്സെറ്റ് എഴുതുക. സെയിം ക്വസ്റ്റ്യൻ ബാച്ചിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ബാച്ചിലെ കുട്ടികൾക്ക് ഇത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റി കാണും. എന്താണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? A എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട് അല്ലേ. 1 4 9 16 100, അങ്ങനെ 100 വരെ. ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x such that x = n² എന്ന് എഴുതാം. n എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം 1 2 3 4 അങ്ങനെ 10 വരെ എഴുതാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് എഴുതാം n എന്ന് പറയുന്നത് ഒരു n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ എവിടെ തൊട്ട് n < 10 എന്ന് എഴുതി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റൻസ് ആയിട്ട് എഴുതാം. അതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് x is a square of natural numbers from 1 to 10 എന്ന് ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ 1 തൊട്ട് 10 വരെ ഇങ്ങനെ എഴുതാം. എന്തെഴുതിയാലും കറക്റ്റ് മാർക്കാണ്. അതിന് 1 മാർക്കാണ്. സിമ്പിളായിട്ട് 1 മാർക്ക് കിട്ടും. അതിൻ്റെ B പാർട്ട് എന്താണ് മക്കളെ? സബ്സെറ്റ് എഴുതാനാണ്. 1 2 3യുടെ സബ്സെറ്റുകൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3, പിന്നെ നൾ സെറ്റ്, പിന്നെ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, പിന്നെ സെറ്റ് 1 2, പിന്നെ സെറ്റ് 1 3, പിന്നെ സെറ്റ് 2 1 2 1 3, പിന്നെ 2 3. ഓക്കെ, 8 എണ്ണം ഉണ്ടല്ലേ. 1 2 3 4 5 6 7 8 8 എണ്ണം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമുക്കറിയാം ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? 2n, അതായത് 2/3. 8 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ 8 എണ്ണം നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 മാർക്ക് ഉറപ്പിച്ച് കാണുമല്ലോ. യെസ്, 3 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ദ ഡിഗ്രി മെഷർ ഓഫ് 4π/3. മക്കളെ, റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. ഇന്നലത്തെ ലൈവിൽ 4π/3 കണ്ടല്ലോ. 2 എണ്ണം ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഇന്നലെ 4π/3 അത് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ cos x = -3/5. sin x ഉം tan x ഉം കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഇന്നലത്തെ ലൈവിൽ എല്ലാം കണ്ടുപിടിച്ചായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ തന്നെ എല്ലാം കണ്ടുപിടിച്ചായിരുന്നു മക്കളെ. ഇത് 15 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ലൈവാണ്. അതിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ ഇത് സെയിം ക്വസ്റ്റ്യൻ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഒരു ക്വസ്റ്റ്യനാണിത്. അല്ലാതെ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ള രീതിയിലൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് സെയിം ക്വസ്റ്റ്യൻ, സിമ്പിൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡിഗ്രി മെഷർ? ഡിഗ്രി മെഷർ എന്ന് പറയുമ്പോൾ 4π/3 നമുക്ക് എങ്ങനെ മാറ്റാം? ഇൻറ്റു 180/π എന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ എത്ര കിട്ടും? ഇവിടെ 3ഉം ഇത് 60. സോ 240 ഡിഗ്രി അല്ലേ? അല്ലേടാ, പയ്യും കട്ട് ചെയ്ത് കളയാം. 3 ഇൻറ്റു ഇത് 60, 6 ഇൻറ്റു 4 24, 240 ഡിഗ്രി തന്നെ വരും അല്ലേ? യെസ്, 240 ഡിഗ്രി. B പാർട്ട് cos x = -3/5. cos x -3/5 ആണെങ്കിൽ
നമുക്ക് സൈൻ എക്സും ടാൻ എക്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കും, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കും. എന്നിട്ട് ഇവിടെ കോസ് എക്സ് അല്ലേ, കോസ് എന്ന് പറഞ്ഞാൽ എന്താടാ, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ 3ഉം 5ഉം ആണെങ്കിൽ 4 അല്ലേ. അപ്പോൾ സൈൻ എക്സ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ മേലെ സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് 4/5. ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. തേർഡ് ക്വാഡ്രൻറ്റിലാണ് മക്കളെ. തേർഡ് ക്വാഡ്രൻറ്റിൽ എന്താണ്, AST. ടാൻ ആണ് പോസിറ്റീവ്, അതുകൊണ്ട് സൈൻ നെഗറ്റീവ് ഇടുക. അത് നമ്മൾ ഇന്നലെ ചെയ്താണ്. അതെ, സൈൻ നെഗറ്റീവ് -4/5, ടാൻ 4/3. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് മാത്രം മതി. സൈൻ -4/5ഉം ടാൻ എക്സ് 4/3 എഴുതിയിട്ടുണ്ടെങ്കിൽ മക്കളെ ആ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ആൻസർ 240 ആണെങ്കിൽ ആ 1 മാർക്കും. അങ്ങനെ 3 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. നെക്സ്റ്റ്, സോൾവ് ദ ഇനീക്വാളിറ്റി. ഇത് സോൾവ് ചെയ്യുക, അതേപോലെ തന്നെ നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തുക. മാർക്ക് ദ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ഇൻ പാർട്ട് എ ടു ദ നമ്പർ റിയൽ ലൈൻ. മക്കളെ ഇത് ഓൾറെഡി ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞായിരുന്നു. ലൈവിൽ നമ്മൾ ലീനിയർ ഇനീക്വാളിറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ലീനിയർ ഇനീക്വാളിറ്റി ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു മക്കൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. ആ വീഡിയോ കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മുടെ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ലീനിയർ ഇനീക്വാളിറ്റി മാത്രം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് നമ്പർ ലൈൻ വരയ്ക്കാനായിട്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ലൈവിൽ ഞാൻ പറഞ്ഞായിരുന്നു, ആ ചാപ്റ്റർ നിങ്ങൾ കണ്ടിട്ട് വേണം പോകാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലത്തെ ലൈവിലുണ്ടാകുന്ന എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി കാണും. മാത്രമല്ല ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ മക്കളെ. അല്ലാതെ എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും നല്ല ടീച്ചേഴ്സും പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേരളം മൊത്തം നല്ല രീതിയിൽ തന്നെ എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റി കാണും എന്ന് വിചാരിക്കുന്നു. മക്കൾ ഇതെന്ത് വരും, 3 അകത്തേക്ക് ഇൻറ്റു ചെയ്യുക. 3x - 3 < 2x - 6. അപ്പോൾ ഇത് 3x, ആ 2x ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, < -6 + 3. 3x 2x കുറച്ചാൽ x < -3 എന്ന് വരും അല്ലേ. x < -3. യെസ്, സെയിം ക്വസ്റ്റ്യൻ. നമ്പർ ലൈൻ വരയ്ക്കാനാണ് ബി പാർട്ട്. -3 ഇവിടെ അടയാളപ്പെടുത്തുക, ഇവിടെ -2 -1, ഇവിടെ -4 -5. നമ്പർ ലൈൻ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, ആയതുകൊണ്ട് ആയതുകൊണ്ട് ആ -3യുടെ അവിടെയും കൂടെ നന്നായിട്ടൊന്ന് കറുപ്പിച്ചേക്കുക. ഹോളല്ല, അവിടെ കറുപ്പിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2, 1, 3 മാർക്ക്. സിമ്പിളായിട്ട് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൗ മെനി, അടുത്ത പെർമിറ്റേഷൻ കോമ്പിനേഷൻ ആയിരുന്നു. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് വെച്ച് റെപ്പറ്റീഷൻ നോട്ട് അലൗഡ്, റെപ്പറ്റീഷൻ അലൗഡ് അല്ലാത്ത രീതിയിൽ എത്ര നമ്പേഴ്സ് ഫോം ചെയ്യാം? ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യൻസും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ. ഇന്നലത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മക്കളെ. അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ അല്ല, ഒരു r ഫാക്ടോറിയൽ കൂടെ ഉണ്ടായിരുന്നു. സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, സെയിം മോഡൽ. ഓക്കെ, അത് കണ്ടവർക്ക് സിമ്പിളായിട്ട് ആ ക്വസ്റ്റ്യൻ സ്കോർ ചെയ്യാൻ പറ്റി കാണും. ഫസ്റ്റത്തെ ആൻസർ എന്താടാ, 9 വരെ അല്ലേ. 1 2 3 4 5 6 7 8 9 9 എണ്ണം ഉണ്ട്. അപ്പോൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളെ ബോക്സ് വരച്ചാണ് പഠിപ്പിച്ചത് അല്ലേ. ബോക്സ് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ബോക്സ് വരച്ച് പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ബോക്സ് വരച്ചു തന്നെ ഞാൻ ചെയ്യുവാണ്. 4 ഡിജിറ്റ് ആയതുകൊണ്ട് 4 ബോക്സ് വരച്ചു മക്കളെ. എന്നിട്ട് എന്ത് ചെയ്യാം, 9, പിന്നെ അടുത്ത 8, അടുത്ത 7, അടുത്ത 6 എന്ന് പറഞ്ഞാൽ 9 × 8 × 7 × 6 ആണ് നമ്മുടെ ആൻസർ. എത്ര പേരോടാ, 9 × 8 × 7 × 6 3024 കിട്ടിക്കാണും നിങ്ങളുടെ ആൻസർ. സിമ്പിളായിട്ട് 3024, 9876. ഓക്കെ അല്ലേ. അതിൻ്റെ ബി പാർട്ട്, n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ ആണെങ്കിൽ ഫോർ ദ കേസ് എന്നിനെ 9 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് 9 ഫാക്ടോറിയൽ ബൈ 9 - 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 9 ഫാക്ടോറിയൽ ബൈ 9 - 5 എന്ന് പറയുമ്പോൾ 4, 9 ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 4 ഫാക്ടോറിയൽ. സിമ്പിളായിട്ട് കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മതി മക്കളെ. 9 ഫാക്ടോറിയൽ ഡിവൈഡർ ബൈ 4 ഫാക്ടോറിയൽ. സോ ആൻസർ 15,120 എന്ന് കിട്ടിക്കാണും. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ 2, 1, 3 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും അല്ലേ. 9 ഫാക്ടോറിയൽ ബൈ 9 - 5 എന്ന് പറയുമ്പോൾ 4 ഫാക്ടോറിയൽ. ഓക്കെ, 15,120, 3 മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്നലത്തെ ലൈവിൽ നമ്മൾ പറഞ്ഞത് അത് തന്നെയായിരുന്നു. 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സ് ആയിരുന്നു അതെടുത്തത്. ഓക്കെ, സെക്കൻഡ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പോയിന്റ് ഇൻ ദ 7th ഒക്ടന്റ്? 7ാമത്തെ ഒക്ടന്റിലുള്ള നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. മക്കൾ ഇതിൻ്റെ അകത്ത് ഏത് വരും? നമ്മളത് ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. 2 ക്വസ്റ്റിനും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടുപിടിക്കാനുമായിരുന്നു. സോ 2 ക്വസ്റ്റിനും ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്താണ്.
കാരണം ഇന്നലത്തെ ലൈവിൽ നമ്മൾ കുറേ നമ്പേഴ്സിൻ്റെ ഇതേപോലെ പഠിച്ചായിരുന്നു ഏത് ഒക്ടൻ്റ് ആണെന്നല്ലേ. ഇത് ഏതാടാ? 7th ഒക്ടൻ്റ്. 7th ഒക്ടൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഞാൻ പഠിക്കാൻ പറഞ്ഞായിരുന്നു ഈ ടേബിൾ. കുറേ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരുന്നു. 7th ഒക്ടൻ്റ് എന്ന് പറയുമ്പോൾ മൈനസ് 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 എല്ലാം മൈനസ് വരുന്നത് അല്ലേ. 7th എന്ന് പറയുമ്പോൾ ഇതാണ് മൈനസ് 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 വരുന്നത്. അത് ഏതാടാ? മൈനസ് 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 വരുന്ന ഡി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് മക്കളെ ആൻസർ. -2 -2 -2 എല്ലാം മൈനസ് വരുന്നത്. നെക്സ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിരുന്നു. അതും ഇന്നലെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ മാത്രം വേറെയാന്നേ ഉള്ളൂ. സെയിം മോഡൽ തന്നെയാണ്. ചെയ്ത് കാണും എല്ലാവരും. അതേപോലെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ബി പാർട്ട്. x2 മൈനസ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ d is equal to മക്കളെ 2 മാർക്കാണ്. സോ ഇക്വേഷൻ നമുക്ക് എഴുതാം. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. ഞാൻ എല്ലാവരോടും പറയാറുള്ള സ്ഥിരം കാര്യമാണ് ഇക്വേഷൻ എഴുതിക്കോണം. കാരണം എന്താ? ആൻസർ തെറ്റുവാണെങ്കിലും ഇക്വേഷന് മാർക്ക് കിട്ടും. x2 മൈനസ് x1 അതായത് 7 മൈനസ് -2 എന്ന് പറയുമ്പോൾ 7 + 2 ഹോൾ സ്ക്വയർ പ്ലസ് 0 -3 ഹോൾ സ്ക്വയർ പ്ലസ് -1 -5 ഹോൾ സ്ക്വയർ. എത്ര കിട്ടൂടാ? 7 2 9. 9ൻ്റെ സ്ക്വയർ 81 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് -6ൻ്റെ സ്ക്വയർ 36. 81 90 126 വരും നമ്മുടെ ആൻസർ. √126 യൂണിറ്റ്സ് എന്ന് വരും ആൻസർ. ഓക്കെ അല്ലേടാ? 7 2 9ൻ്റെ സ്ക്വയർ 81 -3ൻ്റെ സ്ക്വയർ 9. ഓക്കെ അല്ലേ? -1 -5 -6 36. 81 90 90 30 120 126. ഓക്കെ, √126 യൂണിറ്റ്സ് എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ് മാർക്ക്. ഓക്കെ, കറക്റ്റ് മാർക്ക് കിട്ടും. സെയിം മോഡൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ നോ പ്രോബ്ലം. ഫൈൻഡ് ദ സെന്റർ ആൻഡ് റേഡിയസ്. മക്കൾ അടുത്ത 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്പർ പോലും മാറിയിട്ടില്ല. x² + y² -4x -8x -45 = 0 എന്നാണ്. സെന്റർ 2 4ഉം റേഡിയസ് √65 ആയിരിക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ. എങ്ങനെ നമുക്ക് എഴുതാം? അറിയാവുന്ന കാര്യമാണല്ലോ. x² + y² -4x -8y -45 = 0 എന്ന് എഴുതും. ഉടനെ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ താഴത്ത് എഴുതും അല്ലേ. x² + y² + 2gx + 2fy + c = 0. അങ്ങനെയാണെങ്കിൽ 2g എത്രയാടാ? -4. അപ്പോൾ 2g എന്ന് പറയുന്നത് -4. അങ്ങനെയാണെങ്കിൽ g എന്ന് പറയുന്നത് -2. അതേപോലെ ഇവിടെ 2f എന്ന് പറയുന്നത് -8. 2f -8 ആണെങ്കിൽ f -4. അങ്ങനെയാണെങ്കിൽ ഇവിടെ c എന്ന് പറയുന്നത് -45. അപ്പോൾ സെൻറ്റർ എന്ത് പറയാം? സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ജിയും എഫും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ എഴുതുക. 4ഉം 2ഉം 4ഉം സെൻറ്റർ കിട്ടി. റേഡിയസ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഉണ്ടല്ലേടാ. √g² + f² - c. നമ്മൾ -2² 4 -4ൻ്റെ സ്ക്വയർ 16 പ്ലസ് 45 49 59 √65 എന്ന് കിട്ടും നമ്മുടെ റേഡിയസ്. ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. 2 4 √65. സിമ്പിൾ, കറക്റ്റ് അതേ ക്വസ്റ്റ്യൻ. എല്ലാവരും ചെയ്ത് കാണുമല്ലോ മക്കളെ. 6 ക്വസ്റ്റ്യൻ വളരെ എളുപ്പം. ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ മതി. നമുക്ക് 8 എണ്ണത്തിൽ 6 എണ്ണം എഴുതിയാൽ മതി. 6 ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്ത് കാണും. എനിക്ക് ഉറപ്പുണ്ട് ചെയ്ത് കാണും അല്ലേ മക്കളെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം പ്ലസ് ടുവിന് നമ്മൾ ഇതേപോലെ തന്നെ യൂട്യൂബിലെ ക്ലാസ്സുകളും അതേപോലെ ബാച്ചിൽ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വർഷം ചെയ്ത് പ്ലസ് ടു നല്ല കിഡിലിനായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളും എല്ലാം നമ്മൾ അടുത്ത വർഷം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക നെക്സ്റ്റ് ഇയർ. അതിനുവേണ്ടി നമുക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം. മാക്സിമം നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാം കേട്ടോ മക്കളെ. ഓക്കെ, 7th ക്വസ്റ്റ്യൻ. അതേപോലെ മക്കളെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കണേ. ഇന്ന് തന്നെ മെസ്സേജ് അയക്കുക. നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ മക്കളെ. 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട്. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡ് 0. ഇതിന് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇത് ബാച്ചിൽ ലൈവിൽ ഞാൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് നിങ്ങളുടെ ഇന്നലെ പറഞ്ഞ എന്താണ്, ഇത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിന് മാത്രം ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട്. ആ ലൈവ് പോയി കാണുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആ ലൈവ് കണ്ട മക്കൾസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും ഈ 3 ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട് sin x വെച്ച്.
ടാൻ എക്സിൻ്റെ അതേപോലെ തന്നെ ചെയ്യാം. സൈൻ എക്സ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ടാൻ എക്സിൻ്റെ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. കാരണം നമുക്കറിയാവുന്ന പ്രോപ്പർട്ടി ഇതേ ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 ടാൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആണ്, അതറിയാലോ. സൈൻ എക്സിൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും. ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 ടാൻ എക്സ് ബൈ എക്സ് 1 അല്ലേ, അപ്പോൾ ടാൻ 2x ബൈ എക്സ് ആണ് ഇവിടെ ഉള്ളത്. എടാ അപ്പോൾ ഇതിന് 2x താഴത്ത് 2x ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 1 എന്ന് എഴുതായിരുന്നു. അപ്പോൾ താഴത്ത് 2x കിട്ടാൻ വേണ്ടി നമുക്ക് മുകളിലും താഴെയും ഒരു 2 വെച്ച് ഇൻറ്റു ചെയ്യാം. ഇവിടെ 2 വെച്ച് ഇൻറ്റു ചെയ്തു, ഇവിടെ 2 വെച്ച് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇതെന്ത് കിട്ടി? ഇത് 1 ആയി മാറിയില്ലേ നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച്. അപ്പോൾ ഇത് 1 ഇൻറ്റു മിച്ചായി 2 ഉണ്ട്, 1 ഇൻറ്റു 2 എന്ന് കിട്ടും. സോ ആൻസർ 2. അതാണ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ബി പാർട്ട് പ്രൂവ് ദാറ്റ് ആണ് ലിമിറ്റ് എക്സ്റ്റെൻഡ് 0. അത് ഇച്ചിരി കുഴപ്പിച്ച് കാണും നിങ്ങളെ. കാരണം പ്രൂവ് ദാറ്റ് എന്നല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്, അതൊരു റിസൾട്ടായിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. കാണാതെ പഠിക്കാനുള്ള റിസൾട്ടായിട്ടാണ്. പക്ഷേ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ചില കുട്ടികളെങ്കിലും ചെയ്ത് കാണും. 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ്, അത് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 വെച്ചൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ ഇത് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഞാൻ വേറെ എളുപ്പവഴി പറഞ്ഞുതരാം. മുകളിലും താഴെയും ഒരു 1 പ്ലസ് കോസ് എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ മുകളിൽ എന്തായി? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോം ആയില്ലേ. അപ്പോൾ ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതാം. 1 സ്ക്വയർ 1 തന്നെ, മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ്. ഓക്കെ അല്ലേ? ഇവിടെ മക്കളെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ത് വരും? സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ ഈ കോസ് സ്ക്വയർ എക്സ് അപ്പുറത്ത് പോകുമ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ എനിക്ക് ഇതിന് പകരം എന്തെഴുതാം? സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ മേലേടാ. യെസ്, അപ്പോൾ എനിക്ക് അതിന് പകരം സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് സ്ക്വയർ എക്സിന് പകരം സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഞാൻ സൈൻ സ്ക്വയർ എക്സിനെ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതുന്നു ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ്. മക്കളെ ഇത് പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം നോക്കിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഒരെണ്ണവും ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് മറ്റൊരെണ്ണവും. ഇതെന്താടാ മക്കളെ? ഇത് പ്രോപ്പർട്ടി അല്ലേടാ. ഈ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. സോ ഇത് 1 ആയി മാറി. 1 ഇൻറ്റു ഇനി ഇവിടെ 0 ഇട്ട് കൊടുക്ക്, നോ പ്രോബ്ലം. ഇനി ഇവിടെ ഡിനോമിനേറ്റ് 0 ആകത്തില്ല. അപ്പോൾ എന്ത് വരും? സൈൻ 0 ബൈ 1 പ്ലസ് കോസ് 0, അതായത് സൈൻ 0 എന്ന് പറയുമ്പോൾ 0 1 പ്ലസ് കോസ് 0 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ 0/2 0 എന്ത് വന്നാലും 0 ആണ്. പ്രൂവ് ചെയ്തല്ലോ, ഹെൻസ് പ്രൂവ്ഡ്. ഇങ്ങനെ ചെയ്യാം. വേറെ മെത്തേഡുണ്ട്. സോ ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി, 0 കിട്ടിയാൽ മതി. ഓക്കെ, അതും കഴിഞ്ഞു. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് y ആക്സിസ്. സ്ട്രൈറ്റ് ലൈനിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. y ആക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ x is equal to 0, x ആക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ y is equal to 0. ബി പാർട്ടി ചോദിച്ചിരിക്കുന്ന വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, കുറച്ച് കുഴപ്പിച്ച് കാണുമായിരിക്കും. പക്ഷേ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ലൈവിനകത്തുണ്ടായിരുന്ന സെയിം സംഭവം. എന്താണ്? 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാം, 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ സാധനം തന്നെയാണ്, സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. ഈ മിഡ് പോയിന്റ് മാത്രം നിങ്ങളെ ഒന്ന് ചിന്തിപ്പിച്ച് കാണും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ലൈൻ, ആ ലൈൻ എന്ന് പറയുന്നത് പി ക്യൂ, പിയിലൂടെയും പി എന്ന് പറയുന്നത് 0 - 4ഉം ക്യൂ എന്ന് പറയുന്നത് 8 0യും ഈ 2 പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ് പി. ഇത് L1 എന്ന് കൊടുക്കാം. മറ്റൊരു ലൈൻ ഇതിൻ്റെ മിഡ് പോയിന്റിലൂടെ കടന്നു പോകണം. മിഡ് പോയിന്റ് നമുക്ക് അറിയാൻ മേലെ പി ക്യൂ വേണമെങ്കിൽ ഇത് മിഡ് പോയിന്റ് എന്താണെന്ന് അറിയാൻ മേലെ ഇതാണ് മിഡ് പോയിന്റ്, 6 എന്നിരിക്കട്ടെ. മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ, മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ, അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഇത് പാസ് ചെയ്യണത് ഇതുവഴിയാടാ ഒറിജിൻ. ഒറിജിൻ എന്ന് പറയുമ്പോൾ 0 0 പാസ് ചെയ്യുന്നു, പോരാത്തതിന് ഇതിൻ്റെ മിഡ് പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഏത് ലൈൻ്റെ? ഇതിനെ വേണേൽ L2 എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കിടാ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. പിന്നെന്താടാ? മിഡ് പോയിന്റ്. അപ്പോൾ ഇവിടെ മിഡ് പോയിന്റ് ഓഫ് L1, L1ൻ്റെ മിഡ് പോയിന്റ്, മിഡ് പോയിന്റ് ഓഫ് L1, L1ൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 10 നിങ്ങൾ പഠിക്കുന്നത് എന്താണ്? 6 അല്ലേ? 6ൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം അല്ലേ? അതിൻ്റെ ഇക്വേഷൻ ഇത് തമ്മിൽ കൂട്ടുക, എക്സുകൾ തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുക്കുക. 0 + 8/2, -4 + 0/2.
അപ്പോൾ എത്ര വരും? 8/2 4 -4/2 -2 4 -2 ആണ് ഇതിൻ്റെ മിഡ് പോയിന്റ്. 6 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടി. 4 -2. ഇപ്പോൾ എന്ത് കിട്ടിയടാ? 2 പോയിന്റ്സ് കിട്ടിയില്ലേ? L2 എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞ 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം. 2 പോയിന്റ് ഏതൊക്കെയാണ്? 0 0യും 4 -2. അപ്പോൾ സ്ലോപ്പ് ഓഫ് L2 എന്ന് പറയുന്ന ലൈൻ്റെ സ്ലോപ്പ് 2 പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? 0 0യും 4 -2. 0 0യും 4 -2. 4 -2 അല്ലേടാ? 8 4. ഓക്കെ എടാ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ ചെയ്യാലോ. y2 - y1 ഇക്വേഷൻ നമുക്കറിയാം. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ m = y2 - y1 x2 - x1. എന്ത് വരുടാ? y2 - y1 എന്ന് പറയുമ്പോൾ -2 - 0 4 -0. -2/4 എന്ന് കിട്ടും. കട്ട് ചെയ്യുമ്പോൾ -1/2 ആണ് ആൻസർ. സിമ്പിളായിട്ട് 8 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻ, ഈ 2 ക്വസ്റ്റ്യൻ മാത്രമേ ഇച്ചിരി കൺഫ്യൂസിങ് ആക്കി കാണത്തുള്ളൂ. ലിമിറ്റ്സും സ്ട്രെയിറ്റ് ലൈനും 7 8. ബാക്കി എല്ലാ 6 ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞ് കാണും നിങ്ങൾ. സോ ആ 6 ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് ഉറപ്പിക്കാം. എന്തായാലും 6 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. 6 × 3 18 മാർക്ക് ഇവിടെ ഉറപ്പിക്കാം. ജയിക്കാനുള്ള മാർക്ക് ഇവിടെ ഉറപ്പിച്ചിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ മക്കളെ, നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ 6 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ അകത്തും 4 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ബിൽഡർ ഫോം. ഇത് ഞാൻ പറഞ്ഞില്ലേ, സെറ്റ് ഞാൻ ഓൾറെഡി ഇന്നലെ ഞാൻ പഠിപ്പിച്ചില്ല. കാരണം അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാച്ചിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഞാൻ പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അകത്തൊക്കെ പറയുന്നുണ്ട് സെയിം മോഡൽ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ഒരു ഓപ്പൺ ഇൻ്റർവൽ തരുവാണെങ്കിൽ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. അതേപോലെ കണ്ടല്ലോടാ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ഇത് എല്ലാം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ബാച്ചിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സോ മക്കളെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി കാണും. അതുപോലെ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഡി മോർഗൻസ് ലോ വരുന്നതാണ്. എല്ലാ മക്കളും പഠിച്ചുകൊണ്ട് പോയി കാണും. നോ പ്രോബ്ലം. അപ്പോൾ എ പാർട്ടിൻ്റെ ആൻസർ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനാണ്. -1 2നെ അത് ഇൻ്റർവെല്ലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ -1 ലെസ് x ലെസ് 2 എന്ന് എഴുതിയാൽ മതി. ഇത്രയുള്ള പരിപാടി. എക്സ് എലമെൻറ്റ് ഓഫ് ആർ എന്ന് എഴുതാൻ മറക്കരുത്. ബി പാർട്ടി ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയും ബിയും കൂടെ ചേർത്ത് എഴുതാനാണ്. 1 3 5 7 9 പിന്നെ മിച്ചം ബിക്കകത്തുള്ളത് 5 എഴുതി, 6 7 എഴുതി, 8 9 9ൻ്റെ അകത്തുണ്ട് 10. 1 3 5 6 7 8 9 10. 1 3 5 6 7 8 9 10. ഓക്കെ, എ യൂണിയൻ ബി കഴിഞ്ഞു. രണ്ടാമത്തത് എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും. എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എയിലെ ഈ എലമെൻറ്റ്സിൻ്റെ അകത്ത് കളയുക. 1 3 5 7 9 കളയുക. അപ്പോൾ 1 3 5 7 9 കളയുക. 2 4 6 8 10. 2 4 6 8 10. അതേപോലെ ബി കോംപ്ലിമെൻറ്റ്. ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ബി കളയുക. 5 6 7 8 9 10ൻ്റെ അകത്ത് കളയുക. 1 2 3 4. രണ്ടെണ്ണം കഴിഞ്ഞു. വെരിഫൈ ചെയ്യാനായിട്ട് ഡി മോർഗൻസ് ലോ ആണ്. സോ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ ഡി മോർഗൻസ് ലോ. അപ്പോൾ നമുക്ക് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബി ഓൾറെഡി ചെയ്ത് വെച്ചിട്ടില്ലേടാ. അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്താൽ മതി. 1 3 5 7. 1 3 5 6 7 8 9 10 കളയുക. 1 3 5 6 7 8 9 10 കളയുക. ബാക്കി 2 3 4 അല്ലേ. 2 3 4 എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇത് 2 3 4. ഇതാണ് അതിൻ്റെ LHS. ലെഫ്റ്റ് സൈഡ് ഇതാണ്. ഇതിൻ്റെ RHS. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും തമ്മിൽ ഇൻ്റർസെക്ഷൻ. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ഓൾറെഡി കണ്ടുപിടിച്ചില്ലേ. സോ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തേടാ. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള എടുത്ത് എഴുതിക്ക്. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 2 ഉണ്ട്, പിന്നെ 4 ഉണ്ട്. 2 4 മാത്രമേ ഉള്ളൂടാ. 2 ഉണ്ട്, 4 ഉണ്ട്, 3 ഇല്ലേ. എ കോംപ്ലിമെൻറ്റ് അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി കളഞ്ഞിട്ടുള്ളത് 3 വരത്തില്ലല്ലോ. അപ്പം 2 4 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു മിസ്റ്റേക്കാണ് 2 4. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് 2 4 മാത്രമേ ഉള്ളൂ. സോ എന്ത് കിട്ടി? LHS = RHS. ഹെൻസ് പ്രൂവ്ഡ്.
LHS ഈക്വൽ ടു RHS. പ്രൂവ് ചെയ്തു. സിമ്പിളായിട്ട് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റി കാണും. 4 മാർക്ക് എല്ലാ മക്കളും ഉറപ്പിച്ച് കാണും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ 2 മൈനസ് മോഡ് എക്സ്. മക്കളെ ഇത് കൺഫ്യൂസിംഗ് ആയിട്ട് ചിലർക്ക് തോന്നിക്കാണും, പക്ഷേ നമ്മൾ ഇഷ്ടം പോലെ പഠിച്ചിട്ടുള്ളതാണ്. മോഡ് എക്സ് മൈനസ് 1 അല്ലെങ്കിൽ മോഡ് എക്സ് പ്ലസ് 1 പഠിച്ചിട്ടില്ലേ? അതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതാൻ പഠിച്ചിട്ടില്ലേ? അതേ സംഭവം തന്നെയാണ് മക്കളെ. ഇതൊന്ന് തിരിച്ചിട്ടാൽ മതി. ഇതേ എ പാർട്ട് 2 മൈനസ് മോഡ് എക്സ് അല്ലേ, അതിനെ തിരിച്ചിടുക. ഇനി ഇങ്ങനെ എഴുതാൻ മേലെ മൈനസ് മോഡ് എക്സ് ആദ്യം എഴുതാം, പ്ലസ് 2 മൈനസ് മോഡ് എക്സ് പ്ലസ് 2. എടാ മക്കളെ മോഡ് എക്സ് പ്ലസ് 2 നിങ്ങൾക്ക് അറിയാലോ. ദേ മോഡ് എക്സ് പ്ലസ് 1 അറിയാലോ നിങ്ങൾക്ക്. എങ്ങനെയാണ്? 1 കൂടെ ഇങ്ങനെ പോകും. മോഡ് എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 2 അടി മുകളിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ മോഡ് എക്സ് പ്ലസ് 2 എങ്ങനെയാണ്? ഇതിങ്ങനെ പോയിട്ട് 2 അടി മുകളിലേക്ക് പോകും. അതിൻ്റെ റിഫ്ലക്ഷൻ മൈനസ് മോഡ് എക്സ് പ്ലസ് 2. മൈനസ് മോഡ് എക്സ് എങ്ങനെയാണ്? എടാ മക്കളെ മൈനസ് മോഡ് എക്സ് ഇത് ഇത്രയേ ഉള്ളൂ, പഠിക്കാൻ എളുപ്പമാണ്. അതെ മൈനസ് മോഡ് എക്സ് എങ്ങനെയാണ്? മോഡ് എക്സ് വി പോലെ പോവുമെങ്കിൽ മൈനസ് മോഡ് എക്സും വി പോലെ തന്നെ താഴത്തേക്ക് വരും അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് 0 ആണെങ്കിൽ മൈനസ് മോഡ് എക്സ് ഇങ്ങനെയാണ്. ഇത് 1, ഇത് 1, ഇത് 2. മൈനസ് മോഡ് എക്സ് ഇങ്ങനെയല്ലേടാ? പ്ലസ് 2 2 അടി മുകളിലേക്ക്, 2 അടി മുകളിലേക്ക്. ഇവനെ എടുത്ത് നേരെ 2 അടി മുകളിലേക്ക് ഇങ്ങനെ പോകും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ റഫായിട്ട് വരച്ചാൽ മതി, നോ പ്രോബ്ലം. ഡ്രോ ദി ഗ്രാഫാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. 2ലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഗ്രാഫ്. നല്ല സിമ്പിളായിട്ടുള്ള ഗ്രാഫ്. ഇതാണ് സ്കെച്ച് ചെയ്യാൻ പറയുന്നത്. രണ്ടാമത്തെ എ പാർട്ട് ഡ്രോ ചെയ്യാനാണ്. സോ ഇത്രയും വരച്ച് വെച്ചാൽ മാർക്ക് കിട്ടും. അതിൻ്റെ ബി പാർട്ട് ചോദിച്ചിരിക്കുന്ന ഡൊമൈനും റേഞ്ചും ആണ്. സോ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മോഡുലസ് ഗ്രാഫ് വന്നാലും ഡൊമൈൻ റിയൽ നമ്പർ ആയിരിക്കും. കണ്ണടച്ചങ്ങ് എഴുതാം. ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ. റേഞ്ച് എവിടെ തൊട്ട് ഇടം വരെയാടാ നമ്മുടെ ഗ്രാഫ് ഉള്ളത്? എവിടെ തൊട്ട് ഇടം വരെയാണ്? മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 2 വരെ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 2 വരെ, 2 വരെ, 2 ക്ലോസ് ഡൗൺ, 2 വരെയാണ് നമ്മുടെ റേഞ്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ചില കുട്ടികളെങ്കിലും എഴുതി കാണും, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ കൺസെപ്റ്റ് ഇതേ തിരിച്ച് ചോദിച്ചിരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി 2. നെക്സ്റ്റ് ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് അല്ലേ? ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് നോക്കിയാണ്. ക്യൂബ് മക്കളെ, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. 3 ഒന്നുകൂടെ ചെയ്തു തരാം മക്കളെ. ഇവിടെ എക്സ്പ്രസ് 3 + i/3 ഓൾ ക്യൂബ്, അതിന് a+ib ഫോമിൽ എഴുതാനാണ്. പ്രശ്നമൊന്നുമില്ല, കാരണം z = ഇത് ഹോൾ ക്യൂബ് അല്ലേ? ഹോൾ ക്യൂബ് ഓപ്പൺ ചെയ്യാൻ നമുക്കറിയാലോ. a ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² 3a × b² പ്ലസ് b ക്യൂബ് i/3 ഹോൾ ക്യൂബ്. 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27 പ്ലസ് 3 × 3a² b 3 × a² × b. അപ്പോൾ 3 × ഇതെന്ത് വരും? 9. ഇവിടുത്തെ കട്ട് ചെയ്ത് കളയാം അല്ലേ? 3 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് മിച്ചം 9. 3² 9 9i പ്ലസ് ഇവിടെ എന്ത് വരും? 3 × 3 9. 9ഉം പിന്നീട് 3ൻ്റെ സ്ക്വയർ എത്ര വരും? 9 വരത്തില്ലേ? അപ്പോൾ ഈ 3യും 3യും 9 അല്ലേ? അപ്പോൾ ഈ 9ഉം ഈ 3² നമ്മൾ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാൻ ഞാൻ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 3 × 3 9 പ്ലസ് ഇവിടെ ഐയുടെ സ്ക്വയർ 9 × ഐയുടെ സ്ക്വയർ i², 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് ഇവിടെ ഐയുടെ ക്യൂബ് i³ 3ൻ്റെ ക്യൂബ് 27. ഇവിടെ 9 9 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് 27 പ്ലസ് 9i. ഇവിടെ i² എന്താടാ? i² മൈനസ് i വരും അല്ലേ? പിന്നെ i³ എന്ന് പറഞ്ഞാൽ എന്താണ്? -i. ഇതൊക്കെയാണ് ഇന്നലെ പറഞ്ഞാണ്, ഇത് പഠിച്ചോണമെന്ന്. ഈ i³ i² ഒക്കെ ബൈ 27. അപ്പോൾ 27 നിന്ന് i² -1 ആണല്ലേ? ഇവിടെ മൈനസ് ആയിട്ട്. ഓക്കെ, ഇവിടെ മക്കളെ 27 നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ 26 വരും. പിന്നെ ഇവിടെ ഐയുടെ ടേം 2 ഉണ്ട്. സോ അതിൽ നിന്ന് i കോമൺ ആയിട്ട് പുറത്തെടുക്കുക, പ്ലസ് i കോമൺ ആയിട്ട് പുറത്തെടുക്കുക. മിച്ചം 9 - 1/27. അതൊന്ന് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 26 പ്ലസ് i × 27 × 9 243 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 242. ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയായിരുന്നു. സോ സിമ്പിളായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. 26 പ്ലസ് i × 242/27.
2 മാർക്കാണ്. എന്തായാലും തുടക്കമെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ അല്ലേടാ? ഓക്കെയാണ്. നെക്സ്റ്റ് ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ഓഫ് 4 - 3i. ഇന്നലെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് മക്കളെ. 4 - 3iയുടെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് എന്താണ്? Z 4 - 3i. Z ബാർ കണ്ടുപിടിക്കുക. 4 + 3i കോഞ്ചുഗേറ്റ്. മോഡ് Z എന്ന് പറയുമ്പോൾ √25 ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുക 25. സോ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Z ബാർ ബൈ മോഡ് Z സ്ക്വയർ 4 + 3i / 25. വേണമെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് സെയിം ക്വസ്റ്റ്യൻ ഇന്നലത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറിയിട്ടില്ല. എല്ലാവരും ചെയ്ത് കാണും അല്ലേ? നെക്സ്റ്റ് ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻ ഔട്ട് ഓഫ് പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ് ഇഫ് ദർ ഈസ് എക്സാക്ട്ലി 1 ace in each കോമ്പിനേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ NC9 = NC8 then find NC17. ഈ 2 ക്വസ്റ്റ്യനും ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 ക്വസ്റ്റ്യനും നമ്പർ പോലും മാറാതെ വന്നിട്ടുണ്ട്. ഫസ്റ്റത്തത് NC9 = NC8 ആണെങ്കിൽ NC17 കണ്ടുപിടിക്കാനാണ്. n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. താഴത്തെ രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 9 + 8 17. അങ്ങനെയാണെങ്കിൽ NC17 കണ്ടുപിടിക്കാനാണ്. ഈ എന്നിന് പകരം 17 ഇട്ട് കൊടുക്കുക. 17C17 1. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എത്ര കിട്ടും? NC17 1 ആണ്. 2 മാർക്ക് അതിന് കിട്ടും. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിൻ ദ 5 കാർഡ് കോമ്പിനേഷൻ അല്ലേടാ? 5 കാർഡ് കോമ്പിനേഷൻ സെയിം ക്വസ്റ്റ്യൻ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. 5 കാർഡ് നമുക്ക് എടുക്കണം. 52 കാർഡിൽ നിന്ന് അതിനകത്ത് ഒരെണ്ണം എയ്സ് ആകണം. ഇന്നലെ ഞാൻ കറക്റ്റായിട്ട് കാർഡിൻ്റെ പടം വെച്ച് തന്നെ നിങ്ങളെ പഠിപ്പിച്ചതാണ് അല്ലേ? 5 കാർഡ് എടുക്കണമെങ്കിൽ മക്കളെ 4 എയ്സ് കിട്ടണമെങ്കിൽ എയ്സ് ഞാൻ മാറ്റി വെച്ചു. 4 എയ്സ് മാറ്റി വെച്ചു. 48 ബാക്കിയുള്ള കാർഡ് മാറ്റി വെച്ചു. എന്നിട്ട് എയ്സിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്തു. അപ്പോൾ ഒരു എയ്സ് വന്നു. ബാക്കി 4 എണ്ണം ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തു. ടോട്ടൽ 5 എണ്ണമല്ലോ വേണ്ടത്. അപ്പോൾ ഒരെണ്ണം ഇതിൻ്റെ അകത്തു നിന്നും ബാക്കി 4 എണ്ണം ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്താൽ മതി. ഉറപ്പായിട്ടും നമുക്ക് ഒരെണ്ണം എയ്സ് ആയിരിക്കും. അപ്പോൾ 5 കാർഡ് എടുക്കണം. ഒരെണ്ണം എയ്സിനകത്തു നിന്നും എയ്സിൻ്റെ കളക്ഷനിൽ നിന്നും ബാക്കി 48 നിന്ന് ബാക്കി എടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 4C1. ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു അല്ലേ? ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ്. അപ്പോൾ ഇൻറ്റു വിട്ടു 48C4. അത് കാൽക്കുലേറ്റ് അടിച്ചു കൊടുക്കുക. സിമ്പിളായിട്ട് ആൻസർ കിട്ടും. എഴുതി കാണുമല്ലോ മക്കളെ? എഴുതി കാണുമല്ലോ? 12ാമത്തെ 4 മാർക്ക് എല്ലാ മക്കൾക്കും കിട്ടിക്കാണും. ഈ ലൈവിൽ പറഞ്ഞ ക്വസ്റ്റ്യനൊക്കെ നേരത്തെ ബാച്ചിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. നെക്സ്റ്റ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ സ്ട്രെയിറ്റ് ലൈനിലെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 മാർക്ക്. ഇത് 4 മാർക്ക് എല്ലാവർക്കും കിട്ടിക്കാണും. ഇവിടെ സ്ലോപ്പിന് പകരം 1/4 പകരം നമ്മൾ -4 ഇട്ടേന്നേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 - 5. അതിൻ്റെ ആൻസർ 3/5 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ. പോയിന്റ് തന്നിട്ടുണ്ടല്ലേ? പോയിന്റ് -2 3. സ്ലോപ്പ് 1/4. പോയിന്റ് സ്ലോപ്പ് ഫോം എന്താണ് ഇക്വേഷൻ? y - y1 = m × x - x1. ഇതാണ് x1, ഇതാണ് y1. സോ y - y1 3 = m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് 1/4 × x - x1. x1 -2 ആണ്. അപ്പോൾ ഇത് +2 ആവും. 4 ഇപ്പുറത്തേക്ക് കൊണ്ട് ഇൻറ്റു ചെയ്യുക. 4 × y - 3 = x + 2 എന്ന് വരും. അകത്തേക്ക് ഇൻറ്റു ചെയ്യുക. 4y - 12 = x + 2. ഇതെല്ലാം ഇപ്പുറത്തേക്ക് എടുക്കുക. എക്സിൻ്റെ ടൈം പോസിറ്റീവ് ആക്കാൻ വേണ്ടി എല്ലാം ഇപ്പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ 0 x ഇവിടെയുണ്ട്. 4y ഇപ്പുറത്തേക്ക് വരുമ്പോൾ -4y. -12 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താകും? -12 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +12 ആകും. 12 രണ്ടോടെ കൂട്ടുമ്പോൾ 14. ഇത് കിട്ടും ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് മക്കളെ. സെയിം ക്വസ്റ്റ്യൻ 3 - 5 3x - 4y - 26 = 0. അത് ഇത്രയേ ഉള്ളൂ. ഇതിനെ x1 y1 എന്ന് പറഞ്ഞെടുക്കുക. ഇത് എയും ബിയും സിയും. ഇക്വേഷൻ അറിയാം. d = mod ax1 + by1 + c /√a² + b² എന്നായിരുന്നു. നേരെ ഇട്ട് കൊടുക്കുക. ഇക്വേഷനകത്ത് a എന്ന് പറയുന്നത് 3 × 3, b എന്ന് പറയുന്നത് -4 × -5, c എന്ന് പറയുന്നത് -26. അത് ഇട്ട് കൊടുത്തു. √a² + b², 3² - 4² ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടും. 3/5 യൂണിറ്റ്സ്. ഇതാണ് ഡിസ്റ്റൻസ്. എളുപ്പം ആ 4 മാർക്ക് കിട്ടാൻ ഒരു കുഴപ്പമില്ല. സിമ്പിളായിട്ട് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എലിപ്സ് ഹൂസ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. മക്കളെ ഇത് 4 മാർക്ക് എന്താ ചോദിച്ചെന്ന് അറിയാൻ മേല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ ലൈവിനകത്ത് ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. പക്ഷേ ബാച്ചിൽ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ ഒന്നുമല്ല. മേജർ ആക്സിസ് 26, ഫോഴ്സ് +or -5. അപ്പോൾ മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ 2a 26 തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ മേജർ ആക്സിസിൻ്റെ ഇക്വേഷൻ പഠിച്ചാലേ. അപ്പോൾ 2a 26 ആണെങ്കിൽ a എത്ര കിട്ടുവാടാ? 26/2 എന്ന് പറഞ്ഞാൽ a 13. c തന്നിട്ടുണ്ട് 5. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എലിപ്സ് ആയതുകൊണ്ട് എലിപ്സ് അല്ലേടാ?
ഹൈപ്പർബോള അല്ലല്ലോ, എലിപ്സ്. ഓക്കെ, സി സ്ക്വയർ ഇസിക്കൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അതിൻ്റെ അകത്തുനിന്ന് ബി സ്ക്വയർ കിട്ടും 144. സോ നമ്മുടെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ആണ്, നമുക്കറിയാം. അപ്പോൾ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസിക്കൽ ടു 1 എന്നാണ്. ആ എ സ്ക്വയറിന് വരെ ഇട്ട് കൊടുക്കുക, ബി സ്ക്വയറിന് വരെ ഇട്ട് കൊടുക്കുക. എ എന്ന് പറഞ്ഞാൽ 13 അപ്പോൾ 13ന്റെ സ്ക്വയർ 169, ബി സ്ക്വയർ 144 അത് ഇവിടെ ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ടുള്ള 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിക്കാണും. നെക്സ്റ്റ് സിംപ്ലിഫൈ ചെയ്യാനാണ് മക്കളെ. ഇത് എപ്പോഴും നമ്മൾ ചെയ്യാറുള്ള സംഭവം തന്നെയാണ്. ഒന്നാമത്തെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഇന്നലെ ഇത് ലൈവിൽ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറാതെ വന്നിട്ടുണ്ട്. NCERT ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും പ്രതീക്ഷിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ എല്ലാവരും അതുകൊണ്ട് ഇത് തെറ്റിച്ച് കാണത്തില്ല എന്ന് വിചാരിക്കുന്നു. a + b all raised to 4 ഇങ്ങനെ കിട്ടും. a - b all raised to 4 എന്ന് പറയുമ്പോൾ ഒരു പ്ലസും മൈനസും ഇടവിട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കാണും. ഇങ്ങനെ കിട്ടുമ്പോൾ അതിനകത്ത് നിന്ന് 8a³ b, മക്കൾ ഇത് വീണ്ടും ചെയ്യണില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഓപ്പൺ ചെയ്യാം. a + b all raised to 4 ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഇന്നലത്തെ ക്ലാസ് കണ്ട ഒരു മക്കളും തെറ്റിച്ച് കാണത്തില്ല. ഞാൻ പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കാണും. a + b all raised to 4 മൈനസ് a - b all raised to 4. സോ അതിൻ്റെ ആൻസർ 8a³ b. അപ്പോൾ അതിനകത്ത് നിന്ന് 8ab പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടൂടാ, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടിക്കാണും. അപ്പോൾ അതിൻ്റെ ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് √3 + √2 all raised to 4 മൈനസ് √3 മൈനസ് √2 all raised to 4 ആണ്. അപ്പോൾ 8 ഇൻറ്റു എക്ക് പകരം √3 ഇട്ട് കൊടുക്കുക, ബിക്ക് പകരം √2 ഇട്ട് കൊടുക്കുക. ഇവിടെ √3യുടെ സ്ക്വയർ പ്ലസ് √2ൻ്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെന്ത് വരും, 8 ഇൻറ്റു √6 വരും. ഇത് 3ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ 5, അപ്പം 3 + 2 5 വരും. 8 ഇൻറ്റു 5 40 √6 എന്ന് കിട്ടിക്കാണും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ട് മിക്കവർക്കും വീണ്ടും ഓർമ്മയെ കിടപ്പുണ്ടായിരിക്കും, ചെയ്ത് കാണും അല്ലേ മക്കളെ? യെസ്. നെക്സ്റ്റ് ഈ എ ആൻഡ് ബി പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് ലൈവിൽ. നിങ്ങൾക്ക് വർക്കായിട്ട് തന്നതാണ്. നമ്മൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി വർക്കായിട്ട് തന്നതാണ്. സെയിം ക്വസ്റ്റ്യൻ നോട്ട് എ നോട്ട് ബി എ ഓർ ബി ചെയ്തവർക്ക് കിട്ടിക്കാണും. നോട്ട് എ നോട്ട് ബി എ ഓർ ബി ചെയ്ത് കാണുമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പഠിച്ച മിക്ക ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. പി ഓഫ് നോട്ട് എ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞത്, എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 - p of a എന്ന് പറഞ്ഞാൽ 1 - p of a എന്ന് പറയുമ്പോൾ 0.42. 1 നിന്ന് 0.42 മൈനസ് ചെയ്യുക. 0.58 കിട്ടിക്കാണും ഫസ്റ്റത്തേൻ്റെ ആൻസർ. രണ്ടാമത്തെ നോട്ട് ബി, പി ഓഫ് നോട്ട് ബി ആണ്. സോ അത് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 1 - p of b എന്ന് പറയുമ്പോൾ 1 നിന്ന് 0.48 മൈനസ് ചെയ്യുക. 0.52 അല്ലേ? 1 നിന്ന് 0.48 മൈനസ് ചെയ്യുക. 0.52. സിമ്പിൾ ക്വസ്റ്റ്യൻ, 2 മാർക്ക് അങ്ങനെ കിട്ടി. 0.52. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ ഓർ ബി. അത് എളുപ്പം അല്ലേ? എ യൂണിയൻ ബി ആണ്. ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണെന്ന് പഠിക്കാൻ പറഞ്ഞായിരുന്നു. ഇക്വേഷൻ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സോ പി ഓഫ് എ അറിയാം 0.42 പ്ലസ് പി ഓഫ് ബി 0.48 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇത് ഇൻ്റർസെക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇന്നലെ പറഞ്ഞാണ് നമ്മൾ. 0.16. കാൽക്കുലേറ്റർ ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുത്തേടാ. എന്ത് വരും? 0.42 പ്ലസ് 0.48 മൈനസ് 0.16. ആൻസർ 0.74 കിട്ടും. ഇന്നലെ നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യനാണ്. ചെയ്ത് നോക്കിയവർക്ക് അത് സിമ്പിളായിട്ട് കിട്ടും. അപ്പം 4 മാർക്ക് മക്കളെ. ഇതൊരെണ്ണം ചെയ്ത് കാണും. 4 2 8 ഇത് ചെയ്ത് കാണും. 3 4 ക്വസ്റ്റ്യനായേ. 5 ഇത് ചിലപ്പോൾ ചെയ്ത് കാണത്തില്ലായിരിക്കും. 6 സിമ്പിളായിട്ട് 6 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ? ഇതും ഞാൻ ചെയ്തില്ല, ഇതും കുറച്ച് കുട്ടികൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കിയാൽ പോലും 6 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ? അപ്പോൾ അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ 4 മാർക്കിൻ്റെ സെക്ഷനിലും ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ ഫൈനൽ സെക്ഷൻ, അതായത് 6 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് 3 എണ്ണം എഴുതിയാൽ മതി. മക്കളെ ഇതിൻ്റെ പ്രത്യേകത, ഇത് ഇന്നലെ പഠിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ എസ് എ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇന്നലത്തെ ലൈവ് കണ്ട കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്നത് 60 മാർക്ക് വാങ്ങാൻ പറ്റില്ല. ഇന്നലത്തെ ലൈവ് കണ്ട മക്കൾക്ക് 60 മാർക്ക്. കാരണം അത്രയും
കാര്യങ്ങൾ നമ്മൾ ഇന്നലെ മാത്രം പഠിച്ചായിരുന്നു. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് അത്രയും ലോങ് ലൈവ് നമ്മൾ ചെയ്തത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾക്ക് ഒന്നും അറിയാൻ വയ്യാതെയാണ് വന്നിരിക്കുന്നത്. സോ അവർക്ക് വേണ്ടി, അതായത് സേ കുട്ടികളും ഇമ്പ്രൂവ്മെൻ്റ് കുട്ടികളും. അപ്പോൾ സേ കുട്ടികളാണ് എന്നെ കൂടുതലും എൻ്റെ ബാച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ബേസിക് ആയിട്ട് എടുത്തുകൊണ്ടാണ് അത്രയും ലെങ്തി ആയിട്ട് ലൈവ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളും അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും സേ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് A+ കിട്ടാൻ ഒരു കുഴപ്പമില്ലായിരുന്നു. അത്രയും ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് മക്കളെ. അതാണ് ഞാൻ പറഞ്ഞ ഫുൾ ക്ലാസ് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാണ് കേട്ടോ. എന്തായാലും ഒരു കുട്ടി പോലും തോൽക്കത്തിൽ, ഇന്നലത്തെ ക്ലാസ് കണ്ട ഒരു കുട്ടി പോലും തോൽക്കത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. സൈൻ 765 ഡിഗ്രി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. സൈൻ 765 ഡിഗ്രി 720 + 45 എന്ന് എഴുതാം. സൈൻ 45 ആകും. ആൻസർ 1/√2. സോ ആൻസർ 1/√2 ആണ്. സിമ്പിളായിട്ട് കിട്ടും. നെക്സ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് cos 75. അതിനെങ്ങനെ എഴുതാം? cos 45 + 30 എന്ന് എഴുതാം. ഇക്വേഷൻ എന്താടാ? cos x + y ഇക്വേഷൻ cos x cos y - sin x sin y. cos 45 cos 30 - sin 45 sin 30. cos 45ൻ്റെ വാല്യൂ 1/√2, cos 30ൻ്റെ വാല്യൂ √3/2 മൈനസ് sin 45 1/√2, sin 30 1/2. സോ 2√2 ഡിനോമിനേറ്ററിൽ കോമൺ ആണ്, അതുകൊണ്ട് 2√2 എഴുതാം. പിന്നെ √3 - 1 മുകളിൽ വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ മക്കളെ ഇന്നലെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. tan 3x എന്ന് എഴുതുക, എന്നിട്ട് tan 2x + x എന്ന് അതിനെ എഴുതുക. 3xനെ 2x + x എന്ന് എഴുതാമല്ലോ. ഇനി tan x + y ഇക്വേഷൻ ആണ് tan x tan y ഡിവൈഡ് ബൈ 1 - tan x tan y. അത് വെച്ച് ഇതിനെ ഇങ്ങനെ എഴുതാം. ഇത് ഇപ്പുറത്തോണ്ട് ഇൻഡ്യൂ ചെയ്യാം അല്ലേ, ഇത് ഇപ്പുറത്തോണ്ട് ഇൻഡ്യൂ ചെയ്യാം. എന്നിട്ട് എന്ത് വരും? tan 3x * ഈ ടേം അല്ലേ, സിക്കൽ ടു ഈ ടേം. ഇനി എന്ത് ചെയ്തു? ഈ tan 3x അകത്തേക്ക് ഇൻഡ്യൂ ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഈ മഞ്ഞ ഷെയ്ഡുള്ള ഈ ഒരു ടേം മൊത്തം അപ്പുറത്തേക്ക് എടുത്തു, ബാക്കിയുള്ള ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് വരും ഇവിടെ? tan 3x ആ ടേം രണ്ടും ഇപ്പുറത്തേക്ക് വരും, മൈനസ് tan 2x മൈനസ് ആ tan x ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് tan x. ഈ മഞ്ഞ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സംഭവം എല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആകും അല്ലേ. tan 3x * tan 2x * tan x. ഇതായിരുന്നു തെളിയിക്കാനുണ്ടായിരുന്നത്. ഇതായിരുന്നു നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് മക്കളെ, സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ. തുടങ്ങേണ്ട എങ്ങനെയാണ്? tan 3x എന്ന് പറഞ്ഞ് തുടങ്ങണം. അപ്പോൾ അതാ പറഞ്ഞ് ഇന്നലെ ലൈവ് കണ്ട കുട്ടികൾക്ക് ഈ 6 മാർക്ക് കിട്ടിക്കാണും. ട്രിഗ്നോമെട്രി വളരെ വിശദമായിട്ട് സ്ലോയിലാണ് നമ്മളെടുത്ത്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ മിക്ക ഡിസ്കസ് ചെയ്തായിരുന്നു, വളരെ സ്ലോയിലാണ് എടുത്തത്. അതുകൊണ്ട് അത് പഠിച്ചവർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കാണും. കാരണം അത് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ് പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ്. ഓക്കെ, അത് കണ്ടവർക്ക് സിമ്പിളായിട്ട് 6 മാർക്ക് കിട്ടും. നെക്സ്റ്റ് സീക്വൻസ് ഓഫ് സീരീസ് എന്നായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ മക്കളെ, സീക്വൻസ് ഓഫ് സീരീസ് ഇത് 3 ക്വസ്റ്റ്യനും ഇന്നലത്തെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യനും ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ നമ്പർ സെയിം ആയിരുന്നു, പക്ഷേ 8192 എന്നായിരുന്നു. നമ്മൾ ഇന്നലെ ചെയ്ത് 13102 എന്നായിരുന്നു. 2832 തന്നെയാണ്. എന്നിൻ്റെ വാല്യൂ മാത്രം ഇവിടെ ചേഞ്ച് ആകും. ഇവിടെ എത്ര കിട്ടും? എ പാർട്ടി വെച്ചിട്ട് എത്രാമത്തെ ടേം ആണെന്നല്ലേ. അപ്പോൾ ഇവിടെ എ എന്ന് പറയണത് 2, ആർ എന്ന് പറയണത് 4 ആണല്ലേ, സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം. സോ വിച്ച് ടേം എന്ന് പറയുമ്പോൾ എ എൻ തന്നിട്ടുണ്ട്, nth ടേം 8192. എങ്ങനെയാടാ? എ എന്നിൻ്റെ ഇക്വേഷൻ AR⁻n-1. AN എന്ന് പറയുമ്പോൾ 8192 ആണ്. എ എന്ന് പറയുമ്പോൾ 2, ആർ എന്ന് പറയുമ്പോൾ 4⁻n-1. 2 ഇപ്പുറത്തെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 8192/2. സിമ്പിൾ, നമ്മൾ ഇന്നലെ കുറേ ചെയ്താൽ അല്ലേ. 4⁻n-1 8192 / 2 4096 കിട്ടും. 4096 കിട്ടും. 4⁻n-1. മക്കൾ ഇങ്ങനെ വരുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇപ്പുറത്ത് 4⁻n-1 ആണെങ്കിൽ ഇപ്പുറത്തും ഇതും 4ൻ്റെ എന്തോ പവർ ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് എടുക്കുക. 4⁻2 4⁻3 അങ്ങനെ അടിച്ചു നോക്കുക. 4⁻5 നോക്കാം, അല്ല 4⁻9 അല്ല 4⁻8 4⁻6 4096. അപ്പോൾ എത്രടാ? 4:6 ആണ് 4096. അപ്പോൾ ഇത് 4:6. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിൻ്റെ പവർ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 6 = n-1. -1 ഇപ്പുറത്തേക്ക് എടുക്കുക. 6 + 1 = n. അപ്പോൾ 7 എന്ന് പറഞ്ഞ് കിട്ടും നമ്മുടെ n. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ n എന്ന് പറയുമ്പോൾ 7. 7ാമത്തെ ടേമാണ് നമ്മുടെ 8192. അപ്പോൾ ഇന്നലെ ചെയ്ത് 9ാമത്തെ ടേമാണ് നമ്മൾ കണ്ടുപിടിച്ചത്.
സെക്കൻഡ് ക്വസ്റ്റ്യൻ സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന് തന്നെയായിരുന്നു. 8+8 മക്കളെ അത് ഞാൻ 7+7 അതേപോലെ 9+9 ഒക്കെ ചെയ്യിപ്പിച്ചാണ്. ആൻസർ ഇങ്ങനെ വരും. SN = 8/9 ഇൻറ്റു അത് ഞാൻ നിങ്ങൾക്ക് 7 ചെയ്തതിന് ശേഷം 8ൻ്റെ ചെയ്ത് നോക്കാൻ വേണ്ടി ഹോംവർക്ക് തന്നായിരുന്നു ഇന്നലെ. ചെയ്ത് നോക്കിയവർക്ക് കിട്ടിക്കാണും. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എത്ര വരൂടാ? അതിനെങ്ങനെ എഴുതാം? SN = അതിൻ്റെ ബി പാർട്ടാണ്. SN എന്ന് പറയുമ്പോൾ 8+8+8+8+8+ എക്സെട്ര. പിന്നെ എങ്ങനെ എഴുതാം? 8 പുറത്തെടുത്ത് കഴിയുമ്പോൾ 1+1+1+1+1 എക്സെട്ര. സോ ഒരു 9 വെച്ച് ഇൻറ്റു ചെയ്യാം മുകളിലും താഴത്തും. ഇത് 8/9 ആകും. ഇതിൻ്റെ അകത്ത് 9+9+9+9+9+ എക്സെട്ര അപ് ടു n ടേംസ് ആണ്. അപ്പോൾ ഇത് 8/9. ഇതിനെങ്ങനെ എഴുതാം? 10 - 1 100 - 1 1000 - 1 എന്നെഴുതാം. ഇനി എന്ത് ചെയ്യാം? 8/9 ഈ 10 100 ഒക്കെ അടുപ്പിച്ച് എഴുതാം അല്ലേ? 10 + 100 + 1000 എക്സെട്ര. പിന്നെ ഈ -1 -1 -1 എല്ലാം കൂടെ ചേർത്ത് അത് n തവണയുണ്ട്. സോ അത് -n എന്ന് എഴുതാം. ഇതെന്താടാ? ഇത് GPD ഇക്വേഷൻ അല്ലേ? സോ ഇതിനെങ്ങനെ എഴുതാം? 10 × 10⁻⁻1/10⁻1 അതായത് 9 - n എന്ന് കിട്ടും നമ്മുടെ ഫൈനൽ ആൻസർ. കുറേ ചെയ്ത് പഠിച്ചിട്ടുള്ളതായിരിക്കും. എല്ലാ മക്കളും പഠിച്ച് കാണും. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പഠിച്ചുകൊണ്ട് പോയി കാണും. അപ്പോൾ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ എത്ര മാർക്കാടാ? 2 മാർക്ക് കിട്ടും. അങ്ങനെ ഇത് 2 ഇത് 2. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. 1നും 256നും ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്യാനാണ്. മക്കളെ 2023 മാർച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. 1 പിന്നെ 286 അതിൻ്റെ ഇടയ്ക്ക് 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം എ എന്ന് പറഞ്ഞെടുത്തു. ഫസ്റ്റ് ടേം A1. ഇത് 1 2 3 4 അഞ്ചാമത്തെ ടേമാണ് 256. അപ്പോൾ A5നെ AR/4 എന്ന് എഴുതാം. അപ്പോൾ A എന്ന് പറയാൻ 1. അപ്പോൾ R/4 എന്ന് പറയുമ്പോൾ 256. അപ്പോൾ R/4 എന്ന് പറയുമ്പോൾ 4/4. അങ്ങനെ 6 4 കിട്ടും. സോ 4 ഇൻറ്റു ചെയ്താൽ മതി. ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 അങ്ങനെ 3 ടേംസ് കിട്ടും. ഇത് ചെയ്യാതെ ഡയറക്റ്റ് എഴുതിയവർക്കും ആ മാർക്ക് കിട്ടും. പക്ഷേ ഇത് എത്ര മാർക്കിൻ്റെ ആയിരുന്നടാ? 2 മാർക്കാണ്. സോ ഡയറക്റ്റ് എഴുതിയാലും നോ പ്രോബ്ലം ആ 2 മാർക്ക് കിട്ടിക്കോളും കേട്ടോ. ഇങ്ങനെ എഴുതാതെ ഡയറക്റ്റ് എഴുതിയവർക്കും ആ 2 മാർക്ക് കിട്ടിക്കോളും. സോ ആ 6 മാർക്കും മക്കൾ ഇന്നലെ ലൈവ് കണ്ട കുട്ടികൾ കിട്ടിക്കണം. അപ്പോൾ 2 essay ക്വസ്റ്റ്യൻ ഇന്നലത്തെ ലൈവിൽ തന്നെ ഞാൻ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ക്ലാസ് മക്കളെ കാണുക, എവിടെ നിന്നാണെങ്കിലും കാണുക, കണ്ട് പഠിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് tan x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ y = sin x cos x. അപ്പോൾ ഇന്നലെ ഞാൻ ലൈവിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എടുത്തില്ല. കാരണം എന്താണ്? ഞാൻ ഓൾറെഡി ലൈവ് കാണുന്ന എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിന് പ്രത്യേക ഒരു ലൈവ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. സോ അത് പോയി കാണാൻ പറഞ്ഞു. അത് പോയി കാണണം എന്ന് മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേടാ? അത് കണ്ടവർ കിട്ടിക്കാണും. കാരണം ആ ലൈവിൽ ഇത് 2 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദേ tan xൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യണം എങ്ങനെയാണെന്നും, അതേപോലെ ദേ y = sin x cos x എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് കിട്ടിക്കാണും. എ പാർട്ടിൻ്റെ ആൻസർ 4 മാർക്കാണ്. tan x വെച്ച് ചെയ്യാനാണ്. f(x) = tan x. f(x + h) എന്ന് പറയുമ്പോൾ tan x + h അറിയാവുന്ന കാര്യമല്ലേ? എന്ത് ചെയ്യും? f'(x) ലിമിറ്റ് h → 0 f(x + h) എന്ന് പറയുമ്പോൾ tan x + h മൈനസ് tan x / h. ടാനിനെ നമുക്ക് എങ്ങനെ എഴുതാടാ? sin / cos എന്ന് എഴുതാമല്ലോ. അങ്ങനെ എഴുതി കാണും അല്ലേ? sin x + h / cos x + h മൈനസ് ഇതിനെ sin x / cos x എന്ന് എഴുതി കാണും /h. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇത് എല്ലാവരും ചെയ്ത് പഠിച്ച് കാണും അല്ലേ? സൈനും കോസും ടാനും നമുക്ക് അറിയാവുന്ന പോലെ എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന കാര്യമാണ്. സോ ഇത് sin x + h ഇൻറ്റു cos x മൈനസ് cos x + h ഇൻറ്റു sin x ഡിവൈഡർ ബൈ താഴത്തെ നമ്മൾ ഇൻറ്റു ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇതും പിന്നെ ഇതും cos x + h ഇൻറ്റു cos x. പിന്നെ ഇവിടെ ഒരു h ഉണ്ട്. ആ എച്ചിനെയും കൂടെ ഇതിൻ്റെ കൂടെ ഇൻറ്റു ഇട്ട് എഴുതണം. ഇതാണ് നമ്മുടെ ഫോം. ഞാൻ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്, കണ്ടു കാണും മക്കൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് h → 0. ഇതിന് എന്ത് ചെയ്യാടാ? ഇത് sin x cos y മൈനസ് cos x sin y എന്നാണ്. സോ ഇത് sin x - y എന്ന ഫോമിൽ എഴുതാം. sin x + h മൈനസ് x എന്ന ഫോമിൽ എഴുതാം. എക്സും മൈനസ് എക്സും കട്ട് ചെയ്ത് കളയാം. സോ മിച്ചം എന്ത് വരും? ഈ sin h മിച്ചം നമുക്ക് അതും കൂടെ എഴുതി പോകാം അല്ലേ? ലിമിറ്റ് h → 0 sin h
കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു എച്ച്. മക്കൾ ഇതെന്താകും? ഇത് വണ്ണാകത്തില്ലേടാ, സൈൻ എച്ച് ബൈ എച്ച് വണ്ണാകത്തില്ലേ? ബാക്കിയുള്ളിടത്ത് 0 ഇട്ട് കൊടുക്ക്. എന്ത് വരും? 1 കോസ് എച്ചിന് 0, അപ്പോൾ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ 1 കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. 1 കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ സീക്ക് സ്ക്വയർ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിലേക്ക് എത്തിക്കുക ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച്. ഇത്രയും ചെയ്താൽ മാത്രമേ 4 മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഡയറക്റ്റ് സീ സ്ക്വയർ എക്സ് എന്ന് എഴുതുവാണെങ്കിൽ ചിലപ്പോൾ 1 മാർക്ക് തരും. ഡയറക്റ്റ് എഴുതുവാണെങ്കിൽ 1 മാർക്ക് കിട്ടത്തുള്ളൂ. ഫുൾ ഇത്രയും സ്റ്റെപ്പിൽ വേണം എഴുതാൻ. സെക്കൻഡ് y ഈക്വൽ ടു സൈൻ എക്സ് കോസ് എക്സ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. y ഈക്വൽ ടു സൈൻ എക്സ് കോസ് എക്സ്. ബി പാർട്ട് y ഈക്വൽ ടു സൈൻ എക്സ് കോസ് എക്സ്. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ്, രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് സൈൻ എക്സ് ഇൻറ്റു കോഷ്യൻ റൂളാണ്. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് തിരിച്ച് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. വേണം ഇനി ഇങ്ങനെ എഴുതാം, മൈനസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, അത് കോസ് 2x എന്ന് എഴുതാൻ വേണമെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഈ സെക്കൻഡ് സ്റ്റെപ്പ് ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ മക്കളെ മാർക്കാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിന് 2 മാർക്കേ ഉള്ളൂ. സോ ആ ഒരു സ്റ്റെപ്പ് ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും മാർക്ക് കിട്ടും. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ അതായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, ലൈവ് ക്ലാസ് കണ്ട കുട്ടികളുണ്ടെങ്കിൽ ആ 6 മാർക്കും കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞു ഇന്നലത്തെ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ 2 ക്വസ്റ്റ്യനും കിട്ടും. പിന്നെ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനും ഇന്നലത്തെ ലൈവിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിസ്റ്റിക്സിലെ മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മക്കളെ അത് സ്റ്റാറ്റ് ഞാൻ വിശദമായിട്ട്, കാരണം അത് എവിടെ നിന്ന് ചോദിക്കുമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ലൈവിൽ ഫസ്റ്റ് എടുത്ത സ്റ്റാറ്റിയാണ്. അത് വിശദമായിട്ട് ചാപ്റ്റർ മൊത്തം എടുത്തായിരുന്നു. ഇതേ വരത്തുള്ളൂ എന്ന് അറിയാമെങ്കിൽ പോലും മൊത്തം എടുത്തു. കാരണം എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ അവർ മീൻ ഡീവിയേഷൻ അപ്പോൾ മീഡിയൻ ചോദിച്ചാലോ എന്നൊരു ഡൗട്ട് കൊണ്ട് ഞാൻ മൊത്തം എടുത്തായിരുന്നു. പക്ഷെ പറഞ്ഞായിരുന്നു 100% വരാൻ ചാൻസ് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ട് പോകണം. ചിലപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും, ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാര്യം, ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇത് തന്നെ വരാം. ഞാൻ പറഞ്ഞു ഓക്കെ, ഇത് തന്നെ വരാം എന്ന് പറഞ്ഞു. ഇന്നത്തെ ലൈവ് കണ്ട എൻ്റെ മക്കൾക്ക് മനസ്സിലാവും ഇത് തന്നെ വരാം. കാരണം എന്താണ്, ഇത് തുടങ്ങിയത്, കാരണം ഇതിനു മുമ്പ് വരെ നമ്മുടെ സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇവിടം തൊട്ടാണ് കണ്ടിന്യൂസിൻ്റെ മീൻ വേരിയൻസ് നമ്മൾ പഠിപ്പിക്കുന്നത്. കണ്ടിന്യൂസിൻ്റെ മീൻ വേരിയൻസ്, അതുകൊണ്ടാണ് ഇത് 100% പറഞ്ഞത്. ഇതല്ല, ഇതേ മോഡൽ വരാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങിയത് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അത് തന്നെ തുടങ്ങിയത്. അതുകൊണ്ടാണ് 100% എന്ന് ഞാൻ പറഞ്ഞത്. ഭാഗ്യത്തിന് അത് തന്നെ വരികയും ചെയ്തു. ഞാൻ ആ ഒരെണ്ണം ചെയ്ത് കാണിച്ചിട്ട് ബാക്കി ഹോംവർക്കാണ് നിങ്ങൾക്ക് തന്നത് ചെയ്യാൻ, അല്ലേ? അത് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാണ്, 100% ഉറപ്പിച്ച് പറഞ്ഞാണ്. ആ ക്വസ്റ്റ്യൻ അല്ല, അതേ മോഡൽ വരും, കണ്ടിന്യൂസിൻ്റെ ആയിരിക്കും വരാൻ പോകുന്നതെന്ന് പറഞ്ഞ്. പക്ഷേ അത് തന്നെ വന്നു മക്കളെ. 3, 7, 12, 15, 8, 3, 2. 3, 7, 12, 15, 8, 3, 2. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് മക്കളെ. ചെയ്ത് കാണും. ക്ലാസ് ഫ്രീക്വൻസി എല്ലാം ഇട്ട് ചെയ്ത് കാണും. ഏതെങ്കിലും മെത്തേഡ് വെച്ച് ചെയ്യാം. ഇതിന് വേറെ മെത്തേഡുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ ഇന്നലെ പഠിപ്പിച്ച ഈ ഒരു മെത്തേഡാണ്. ഈ മെത്തേഡാണ് കുറച്ചുകൂടി എളുപ്പം. മക്കൾസ് എല്ലാവരും ഇതായിരിക്കും പഠിച്ചിരിക്കുന്നത്. അപ്പോൾ FI കിട്ടിക്കാണും 50, XIFI 3100, XI സ്ക്വയർ FI 20, 22, 50, 2,22,050. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മീൻ കണ്ടുപിടിച്ച് കാണും അല്ലേടാ. 3100/50, 62 കിട്ടിക്കാണും മീൻ. എങ്കിൽ ഉറപ്പിച്ചോ അവിടെ മാർക്ക് വീണു. ഈ കോളം ശരിയാണെങ്കിൽ തന്നെ 4 മാർക്ക് അവിടെ വീണ് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കുക. ഇത് നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക മക്കളെ. 201 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് 5 മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം 1 മാർക്ക് എന്തിനാണ്? 1 മാർക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനുള്ള ക്വസ്റ്റ്യൻ, യെസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 1 മാർക്ക്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √201 എഴുതിയിട്ടുണ്ടോ? ഫുൾ മാർക്ക്. 14.1 എഴുതണമെന്നില്ല. √201 എഴുതിയിട്ടുണ്ടോ മക്കളെ? ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇന്നലത്തെ ലൈവിൽ പഠിപ്പിച്ച 6 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇന്നലത്തെ ലൈവ് കണ്ട കുട്ടികൾക്ക് essay ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റും മക്കളെ. ഇത്ര എളുപ്പമായിരുന്നു നമ്മുടെ ഇന്നത്തെ മാത്സിൻ്റെ എക്സാം. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവർക്കും ഫുൾ മാർക്ക് എനിക്ക് തോന്നുന്നു 60-ൽ 60 വാങ്ങാൻ പറ്റും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതിക്കാണ്. കാരണം ഇനി അടുത്ത വർഷത്തെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നൊരു പിടിയില്ല. ഇതിൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾ മക്കളെ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് പോയതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടാത്തതുകൊണ്ട് പോയതായിരിക്കും എന്ന് മനസ്സിലാക്കുക. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ ഇത് തോറ്റ് കഴിഞ്ഞാൽ അടുത്ത വർഷം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് നിങ്ങളെല്ലാവരും എഴുതി
നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മക്കൾസ് എല്ലാവരും എൻ്റെ ബാച്ചിൽ, എൻ്റെ മക്കൾസ് ഞാൻ പ്രത്യേകം പറയുന്നത് എൻ്റെ ബാച്ചിലെ കുട്ടികളെല്ലാവരും എഴുതിയിട്ടുണ്ട്. കാരണം അവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചാണ് പോയത്. എല്ലാ കൺസെപ്റ്റും പഠിച്ചിട്ടുണ്ട്. സോ അവരൊരിക്കലും തോക്കത്തില്ലെന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാം. മാത്രമല്ല ഇന്നലെ എൻ്റെ ലൈവ് കണ്ട എല്ലാ മക്കൾസും ആദ്യമായിട്ടാണ് ഞാനൊരു 15 മണിക്കൂറോളം 14:30, 14:45 അത്രയും 15 മണിക്കൂറോളം ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സന്തോഷം കാരണം വേറെ ഞാൻ ഇങ്ങനെയുള്ള ഇതെല്ലാം ആഡ് ചെയ്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, സന്തോഷം കൊണ്ടാണ്. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ രാവിലെ 8:30 തൊട്ട് രാത്രി ഏകദേശം 10:30 അല്ലേ 10:30 സമയം 10:30, 11 മണി വരെ എന്താ ഉണ്ടായിരുന്നു. അത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ മക്കളും 10:30 വരെ ഉണ്ടായിരുന്നില്ല മക്കളെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള അവർക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ലെന്ന് സന്തോഷത്തോടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ആഡ് ചെയ്തത്. എൻ്റെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. എന്തായാലും ഇനി നിങ്ങളെ എൻ്റെ പ്ലസ് 1 മക്കളെ ഇനി പ്ലസ് 2 നമുക്ക് കാണാം. പക്ഷേ ഇമ്പ്രൂവ്മെൻ്റ് മക്കളെയും കുട്ടികളെയും ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കാണാം. ചിലവരെ കണ്ടുപോലും കാണത്തില്ല ബാച്ചിലുള്ള കുട്ടികളെ. അപ്പോൾ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യണം മക്കളെ. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ മെസ്സേജ് അയയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുമ്പോൾ കമൻ്റ് ആയിട്ട് വരിക. ഞാൻ ഇതിൻ്റെ മുൻവർഷ വിദ്യാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ആയിട്ട് വരിക. അങ്ങനെ നമുക്ക് പരിചയം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകാം. അപ്പോൾ നിങ്ങളെയൊക്കെ മിസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ പ്ലസ് 1 ഉള്ള കുട്ടികളെ അടുത്ത വർഷം നമുക്ക് കാണാം, പ്ലസ് 2 കാണാം. മക്കളെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുക. ക്വസ്റ്റിൻ്റെ രീതികളൊക്കെ മാറി മാറി വരുവാണ്. അപ്പോൾ നമ്മുടെ ബാച്ച് ഉണ്ട് മക്കളെ, ആദ്യത്തെ 1000 കുട്ടികൾ ലിമിറ്റഡ് സ്റ്റുഡൻസ് ആയിരിക്കും. കാരണം ഞാൻ മാത്രമേ പഠിപ്പിക്കുന്നത്, ഞാനാണ് ഈ ഓരോ കുട്ടികളുടെയും ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റുഡൻസ് ആയിരിക്കും. മക്കളെ നിങ്ങൾക്ക് എൻ്റെ ബാച്ചിലുണ്ടാകുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയുള്ള കുട്ടികൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ പറയുന്നതായിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് മസ്റ്റായിട്ട് ഇതിൻ്റെ താഴെ ഒന്നിടാൻ നോക്കുക. ഓക്കെ, താഴെ ഒന്നിടാൻ ഈ വീഡിയോയുടെ താഴെ ഒന്നിടാൻ നിങ്ങൾ നോക്കുക. മാക്സിമം എന്താണെങ്കിലും മോശം ക്ലാസ് ആണെങ്കിൽ മോശം എന്നിടുക, നല്ല ക്ലാസ് ആണെങ്കിൽ നല്ലതെന്നിടുക. അത് കണ്ടിട്ട് ചേരണോ വേണ്ടതെന്ന് കുട്ടികൾക്ക് തീരുമാനിക്കാൻ പറ്റണം. ഓക്കെ, അതുകൊണ്ട് അതും കൂടെ ഒന്ന് ഇടുക മക്കളെ. ഇപ്പോൾ എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന കുട്ടികൾ, എൻ്റെ ക്ലാസ് കണ്ട് പഠിക്കുന്ന കുട്ടികളും ഇനിയുള്ള കുട്ടികൾക്കൊന്ന് ഫീഡ്ബാക്ക് ഒന്ന് ഇട്ടേക്കുക. ഓക്കെ, അതും കൂടെ പറയാനുള്ളൂ. എന്തായാലും പ്ലസ് 1 കുട്ടികളോട് പറയാനുള്ളത് ഇനി പ്ലസ് 2ലേക്ക് കടക്കുവാണ്. ഇതൊന്നുമല്ല, ചെറിയ കളികളല്ല, വലിയ കളികൾ മാത്രമാണ് ഇനിയുള്ളത്. അപ്പോൾ വലിയ ചാപ്റ്റേഴ്സ് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. വലിയ കൺസെപ്റ്റുകൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഏകദേശം ഒരു മെയ് അല്ലെങ്കിൽ ജൂൺ തൊട്ട് തന്നെ നമ്മുടെ മെയ് തൊട്ട് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ജൂണിൽ നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജൂൺ തൊട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക മക്കളെ. എല്ലാ മക്കൾക്കും നല്ല മാർക്ക് കിട്ടട്ടെ, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എല്ലാ മക്കൾക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.